ഹലോ എവരിവൺ. നമുക്ക് സഞ്ചാർ മീഡിയ എവം വ്യാവസായിക് പത്രലേഖൻ എന്ന പുസ്തകത്തിലെ ചക് ദേ ഇന്ത്യ എന്ന എസ്സെയെക്കുറിച്ച് ചർച്ച ചെയ്യാം. എസ്സെ എഴുതിയിട്ടുള്ളത് രാം ശരൺ ജോഷി എന്ന ലേഖകനാണ്. അപ്പോൾ ആദ്യം നമുക്ക് രാം ശരൺ ജോഷിയെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. राम शरण जोशी पत्रकार और समाज विज्ञानी के रूप में विख्यात है. राम शरण जोशी ജേർണലിസ്റ്റ്, മീഡിയ പേഴ്സൺ, സോഷ്യോളജിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. ജന്മ സൻ 1944 में राजस्थान के अलवर ജില്ലേ में हुआ. അദ്ദേഹം ജനിച്ചത് 1944 രാജസ്ഥാനിലെ അൽവർ ജില്ലയിലാണ്. उनका कर्मक्षेत्र व्यावहारिक पत्रकारिता और मीडिया शिक्षण के अनुभवों से समृद्ध है. അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല എന്ന് പറയുന്നത് ജേർണലിസം, മീഡിയ, ഈ രണ്ട് മേഖലകളിലെ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ മുതൽക്കൂട്ട്, കർമ്മമേഖലയിലെ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. सन 1967 में समाचार एजेंसी हिंदुस्तान समाचार भोपाल में सिटी रिपोर्टर के रूप में अपने कैरियर की शुरुआत की. അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് 1967 ഹിന്ദുസ്ഥാൻ സമാചാർ എന്ന സമാചാർ ഏജൻസിയുടെ, ന്യൂസ് ഏജൻസിയുടെ ഭോപ്പാലിലെ സിറ്റി റിപ്പോർട്ടറായിട്ടാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. मीडिया मिशन से बाजारीकरण तक, मीडिया मिथ और समाज, 21वीं सदी के संकट, मीडिया और बाजारवाद, मीडिया विमर्श, साक्षात्कार सिद्धांत और व्यवहार, आदिवासी समाज और शिक्षा, चुनौतियों का चक्रव्यूह. ഇതെല്ലാം തന്നെ മീഡിയ, ജേർണലിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ മീഡിയ മിഷൻ സെ ബാജാരീകരൺ തക്, ആ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള ചക് ദേ ഇന്ത്യ എന്ന എസ്സെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് നോട്ട് ചെയ്തോണം, മീഡിയ മിഷൻ സെ ബാജാരീകരൺ തക്. നമുക്ക് എസ്സെയിലേക്ക് കടക്കാം. ചക് ദേ ഇന്ത്യ. बॉलीवुड की एक फिल्म थी चक दे इंडिया. 20 वर्षीय बेटा अमन जबरन यह फिल्म मुझे दिखाने ले गया, ഫിലിം ദേഖ്നി പടി. നമുക്കെല്ലാവർക്കും അറിയാം ബോളിവുഡിലെ ഒരു സിനിമ ചക് ദേ ഇന്ത്യയെക്കുറിച്ച് 2007 ഇറങ്ങിയതാണ്. ഷാറുഖ് ഖാനൊക്കെ അഭിനയിച്ച സിനിമ. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ, ലേഖകൻ്റെ 20 വയസ്സുള്ള മകൻ അമൻ ഇദ്ദേഹത്തിനെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ അവസാനം മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സിനിമ കാണാൻ പോവേണ്ടി വന്നു. സിനിമ ഹോൾ യുവാओं से खचाखच भरा हुआ था. അപ്പോൾ ഈ സിനിമ കാണാൻ പോയ സമയത്ത് തിയേറ്റർ മൊത്തം ചെറുപ്പക്കാരാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരായിരുന്നു മൊത്തം സിനിമ കാണാൻ വന്നിരുന്നത്. विश्व महिला हॉकी प्रतियोगिता में भारत की संघर्षपूर्ण जीत पर आधारित फिल्म की समाप्ति के पश्चात अमन के गर्वीले शब्द थे, आज का युवा यह भारत चाहता है. അപ്പം ഈ സിനിമ ലോക മഹിളാ ഹോക്കി കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ കോമ്പറ്റീഷനിൽ ഇന്ത്യ വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വിജയിക്കുകയും ചെയ്തു. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക്, സിനിമ തീർന്നപ്പോഴത്തേക്ക് അമൻ പറഞ്ഞ വാക്കുകളാണ് ലേഖകൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ആജ് കാ യുവ യഹ് ഭാരത് ചാഹതാ ഹൈ. ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഭാരതത്തെയാണ്. ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന, ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഭാരതത്തെയാണ്. दक्षिण अफ्रीका में आयोजित प्रथम T20 विश्व क्रिकेट मैच में भारत की अभूतपूर्व विजय के क्षणों में भी चक दे इंडिया जैसे भाव अमन के चेहरे पर देखने को मिले थे. उसकी मित्र मंडली की भाव मुद्राएं भी इससे भिन्न नहीं थी. അതുപോലെ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടത്തിയ 2020, ആദ്യത്തെ 2020 ലോക ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ജയിച്ചപ്പോഴും അമനിൻ്റെ മുഖത്ത്, അതുപോലെ തന്നെ അമൻ്റെ വേർഡ്സിലും സംസാരത്തിലുമൊക്കെ ഈ ഒരു അഭിമാനം, ഇന്ന് കണ്ട രീതിയിലുള്ള അഭിമാനം നിഴലിച്ചിരുന്നു. അപ്പം മകൻ്റെ മുഖത്ത് മാത്രമല്ല, മകൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഓരോരുത്തരുടെയും മുഖത്ത്, അല്ലെ ഓരോരുത്തരുടെയും മനസ്സിലെ ഭാവം ഇത് തന്നെ ആയിരുന്നു. देर रात्रि तक कॉलोनी में पटाखों के शोर शराबे के बीच चक दे इंडिया का गाना गूंजता रहा. അന്ന് രാത്രിയിൽ അവർ താമസിക്കുന്ന ആ സ്ട്രീറ്റിൽ, കോളനിയിൽ പാതിരാത്രി വരെ ഇന്ത്യയുടെ വിജയം അവിടെയുള്ള ചെറുപ്പക്കാരും ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഇടയിലും ചക് ദേ ഇന്ത്യയുടെ ടൈറ്റിൽ സോങ് ഇങ്ങനെ കേൾക്കാമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. यह फिल्म बॉक्स ऑफिस पर कामयाब रही या नहीं, यह एक अलग सवाल है, लेकिन इसका टाइटल सॉन्ग चक दे इंडिया वर्तमान मध्यवर्गीय भारतीय युवा मन के प्रतिनिधि स्वर के रूप में
ജരൂർ ദേശ് മേ ഗൂഞ്ച് രഹാ ഹെ. അപ്പം രാം ശരൺ ജോഷി പറയാണ്, ഈ സിനിമ ചക് ദേ ഇന്ത്യ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇതിൻ്റെ ടൈറ്റിൽ സോങ്, ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ സോങ് മധ്യവർഗീയ ഭാരതീയ യുവാമൻ കെ പ്രതിനിധി സ്വർ കെ രൂപ് മേ, മധ്യവർഗീയ അതായത് മിഡിൽ ക്ലാസ് യുവാക്കളുടെ മനസ്സിൻ്റെ ഒരു പ്രതിനിധി സ്വര, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈറ്റിൽ സോങ് ഇങ്ങനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. അതാണ് പറഞ്ഞത്, ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ സോങ് വർത്തമാൻ മധ്യവർഗീയ भारतीय युवा मन के प्रतिनिधि स्वर के रूप में जरूर देश में गूंज रहा है. शहरी झुग्गी झोपड़ियाँ और निचली बस्तियाँ भी इस गाने के प्रभाव से अछूते नहीं है. അപ്പം ഗ്രാമങ്ങളായിക്കൊള്ളട്ടെ, നഗരങ്ങളായിക്കൊള്ളട്ടെ, കുടിലുകളായിക്കൊള്ളട്ടെ, കൊട്ടാരങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ സകലമാന ചെറുപ്പക്കാരും ഈ പാട്ടിനെ ആഘോഷിക്കുകയാണ്, ഈ പാട്ടിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണ്. यह गाना फिल्म का जरूर है, लेकिन भूमंडलीय भारत के युवा वर्ग की आकांक्षाएं इसके माध्यम से व्यक्त होती है. ഇതൊരു സിനിമാ പാട്ടാണ്, ശരിയാണ്, പക്ഷേ അതുണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഗ്ലോബലൈസ്ഡ് ഇന്ത്യയുടെ, ഗ്ലോബലൈസേഷൻ്റെ ഈ സമയത്തെ ഇന്ത്യൻ യുവാക്കളുടെ മനസ്സിലെ ആകാംക്ഷകൾ, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. यह वर्ग भारतीय हॉकी टीम की जीत में स्वयं की आकांक्षाओं को फलीभूत होते देख रहा है. यह एक ऐसे भारतीय राष्ट्र राज्य का स्वप्न देख रहा है जो वैश्वीकरण के युग में हर मोर्चे, विशेष रूप से आर्थिक, पर उसे निरंतर अभूतपूर्व विजय दिलाता रहे. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഹോക്കി ടീം വിജയിച്ചതിലൂടെ തങ്ങളുടെ മനസ്സിലെ ആകാംക്ഷകൾ, തങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് സഫലീകരിക്കപ്പെട്ടതെന്ന് ഈ കൂട്ടർ, ഈ യങ്സ്റ്റേഴ്സ് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഭാരതത്തിലെ യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന എന്താണ്, ഏസേ ഭാരതീയ രാഷ്ട്രരാജ്യ കാ സ്വപ്ന ദേഖ് രഹാ ഹെ, അവർ എത്തരത്തിലുള്ള ഇന്ത്യയാണ് ആഗ്രഹിക്കുന്നത്. ജോ വൈശ്വീകരൺ കെ യുഗമേ ഹർ മോർച്ചെ, ഗ്ലോബലൈസേഷൻ്റെ ഈ സമയത്ത് എല്ലാ മേഖലകളിലും എടുത്തു പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ നിരന്തരമായ വിജയം കൈവരിക്കുന്ന ഒരു ഇന്ത്യയാണ് അവരെല്ലാവരും തങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അതാണ് പറഞ്ഞത്, ഏക് ऐसे भारतीय राष्ट्र राज्य का स्वप्न देख रहा है जो वैश्वीकरण के युग में हर मोर्चे, विशेष रूप से आर्थिक, पर उसे നിരന്തർ അഭൂതപൂർവ വിജയ് ദിലാത്താ രഹേ. ഈ മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഭാരതം മികച്ച രീതിയിൽ തല ഉയർത്തി നിൽക്കണം, വിജയിക്കണം എന്നാണ് ഭാരതത്തിലെ യുവാക്കളുടെ മനസ്സിലെ ആഗ്രഹം. मुंबई की चक दे इंडिया से लेकर दक्षिण अफ्रीका में भारतीय क्रिकेट टीम की विजय यात्रा तक भारतीय युवा इसी सपने को संजोए रखे हुए हैं. ഇപ്പം മുംബൈയിലെ, ബോളിവുഡിലെ ചക് ദേ ഇന്ത്യ സിനിമ മുതൽ ദക്ഷിണാഫ്രിക്കയിലെ ഭാരതീയ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയം വരെയുള്ള ആ യാത്രയിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഈ ഒരു സ്വപ്നമാണ് കൈപ്പിടിയിൽ ആവുന്നത്. यह भी संयोग है कि फिल्म के प्रदर्शन के पश्चात भारत के युवा खिलाड़ियों ने एशिया हॉकी कप और നെഹ്റു ഫുട്ബോൾ കപ്പ് ജീത്തെ. ആ ഇടയ്ക്ക് നടന്നൊരു അതിശയകരമായ സംഭവം എന്തെന്നാൽ, ഫിലിം കെ പ്രദർശൻ കെ പശ്ചാത്ത്, ഈ സിനിമ റിലീസായതിന് തൊട്ടു പിന്നാലെ ഭാരതത്തിലെ യുവാ ഖിലാഡിയോനെ ഏഷ്യ ഹോക്കി കപ്പും അതുപോലെ തന്നെ നെഹ്റു ഫുട്ബോൾ കപ്പും വിജയിച്ചു എന്നുള്ളതാണ്. കാര്യം അവർക്ക് ഈ സിനിമയിൽ നിന്നുണ്ടായ ഒരു ഊർജവും ആ സിനിമ അവരുടെ ഉള്ളിലുണ്ടാക്കിയൊരു സ്വാധീനവും വളരെ വലുതാണ്. इसके बाद दक्षिण अफ्रीका का 2020 विश्व क्रिकेट कप, അതിനുശേഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന 2020 ക്രിക്കറ്റ് മാച്ച് വിജയിക്കുന്നത്. 2 महीने के भीतर इन 3 जीतों की श्रृंखला और चक दे इंडिया का प्रभाव भारतीय युवा मन पर न पड़े, यह कैसे संभव है. അടുത്തായിട്ട് ലേഖകൻ നമ്മളോട് ചോദിക്കുകയാണ്, 2 മാസത്തിനുള്ളിൽ നടന്ന 3 വിജയങ്ങൾ, അതോടൊപ്പം തന്നെ ചക് ദേ ഇന്ത്യ എന്ന സിനിമ, ഇത്രയും കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഭാരതീയ യുവാക്കളുടെ മനസ്സിൽ വന്നില്ല എങ്കിൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അപ്പോൾ ഇതൊക്കെ തീർത്തും ഭാരതീയ യുവാക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. चक दे इंडिया आधी हकीकत और आधा फसाना है, जबकि विजय श्रृंखला 100% हकीकत है. अतः इस फिल्म को युवाओं के सपनों का पलता रूपक भी कहा जा सकता है. ഈ സിനിമ, ചക് ദേ ഇന്ത്യ സിനിമ പകുതി
യാഥാർത്ഥ്യവും പകുതി ഇമാജിനേഷനുമാണ്, കലയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഉണ്ടാവും. ജബ്കി വിജയ് ശൃംഖല, അതേസമയം ഇതിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 100% സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. അതാ ഇസ് ഫിലിം കോ യുവാओं के सपनों में पलता रूपक भी कहा जा सकता है. അപ്പം അതുകൊണ്ട് ലേഖകൻ ഈ സിനിമയെ, ചക് ദേ ഇന്ത്യ എന്ന സിനിമയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? യുവാओं के सपनों में पलता रूपक, അതായത് യുവാക്കളുടെ മനസ്സിൽ, യുവാക്കളുടെ സ്വപ്നങ്ങളിൽ വളർന്നു വന്ന ഒരു മെറ്റഫറായിട്ടാണ്. അതായത് ഇന്ത്യയുടെ ഒരു ചിത്രമുണ്ട്, ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു രൂപം യുവാക്കളുടെ ഉള്ളിലുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയും നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്, വരച്ചു കാട്ടുന്നത് എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. യഹ് താ യുവാओं का एक पहलू एक दूसरा पहलू भी है. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് യുവാക്കളുടെ ഒരു കാറ്റഗറിയാണ്. ലേഖകൻ പറയാണ് ഏക് ദൂസര പെഹലു ഭി ഹേ, മറ്റൊരു കാറ്റഗറി, മറ്റൊരു വശം കൂടിയുണ്ട്. യുവാക്കളുടെ ഒരു വശം നമ്മൾ കണ്ടു, മറുവശം കൂടിയുണ്ട്. ഏക് ദോ വർഷ പെഹലെ യുവാओं से जुड़ी एक और फिल्म आई थी हजार ख्वाहिशें. 1-2 വർഷങ്ങൾക്ക് മുൻപ് യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു സിനിമ കൂടി ഇറങ്ങിയിരുന്നു, ഹജാർ ख्वाहिशें, ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ. बॉलीवुड की यह फिल्म नक्सलवाद आंदोलन के बिखराव और युवाओं की हताशा, टूटन और മോഹഭംഗ് पर ആധാരിത് था. ആ സമയത്തുണ്ടായിരുന്ന നക്സൽവാദി സമരങ്ങൾ, അതുപോലെ തന്നെ യുവാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന മോഹഭംഗം, അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ, അതുപോലെ തന്നെ തകർച്ച, അവരുടെ മനസ്സിലെ സംഘർഷം, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഹജാർ ഖ്വാഹിഷ് എന്ന് പറയുന്ന സിനിമ തയ്യാറാക്കിയത്. युवा और रंग दे बसंती भी ऐसी बॉलीवुडी फिल्में थी जो कि युवाओं के द्वंद्व को उद्घाटित करने वाली थी. അതുപോലെ തന്നെയുള്ള 2 സിനിമകളാണ് യുവ ഓർ രംഗ് ദേ ബസന്തി. ഇതും ബോളിവുഡ് സിനിമകളാണ്. ഇവയും യുവാക്കളുടെ മനസ്സിലെ ആ സംഘർഷാവസ്ഥ, ഡൈലമ്മ, അതിനെ തന്നെയാണ് ചിത്രീകരിച്ചത്, നമുക്ക് മുൻപിൽ വ്യക്തമാക്കി തന്നത്. ये तीनों फिल्में ऐसी थी जिनमें युवा उत्तर नेहरूकालीन भारत को रिजेक्ट करता हुआ दिखाई देता है. ഹജാർ ഖ്വാഹിഷേं, യുവ, രംഗ് ദേ ബസന്തി, ഈ 3 സിനിമകളിലും ചിത്രീകരിച്ചിരിക്കുന്ന യുവാക്കൾ എപ്രകാരമുള്ളതായിരുന്നു? ഉത്തർ നെഹ്റുകാലീൻ ഭാരത് കോ റിജക്റ്റ് കർത്താ ഹുവ ദിഖായി ദേത്താ ഹെ. നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷമുള്ള ഭാരതത്തെ ബഹിഷ്കരിക്കുന്ന യുവാക്കളാണ് ഇവയിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിലെ നിരാശയുടെ ഫലമായിട്ട് അവർ ഉത്തർ നെഹ്റുകാലീൻ ഭാരത് കോ റിജക്റ്റ് കർണ ബഹിഷ്കരിക്കുക. അപ്പം നെഹ്റുവിന് ശേഷമുള്ള ഭാരതത്തെ ബഹിഷ്കരിക്കുന്ന കുറച്ച് യുവാക്കളെയാണ് നമുക്ക് ഈ സിനിമകളിൽ കാണാൻ സാധിക്കുന്നത്. इस श्रेणी की फिल्मों में नेहरू शैली के समाजवाद और वैश्विक पूंजीवाद से युवा वर्ग का मोहभंग होता हुआ दिखाई देता है. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാറ്റഗറിയിലുള്ള സിനിമകളിലെല്ലാം തന്നെ നെഹ്റുവിൻ്റെ ശൈലിയിലുള്ള സോഷ്യലിസം, നെഹ്റു കെട്ടിപ്പടുത്തിയ അല്ലെ വിശ്വസിച്ചിരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതുപോലെ തന്നെ വൈശ്വിക് പൂഞ്ചിവാദ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസമാണ്. അപ്പോൾ ഗ്ലോബൽ ക്യാപിറ്റലിസം, ഇതിൽ നിന്നൊക്കെ നിരാശരായി മാറിയ അല്ലെ മോഹഭംഗം സംഭവിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാരെയാണ് ഈ സിനിമകളിൽ, ഇത്തരം സിനിമകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. यह भी अजीब संयोग है कि नई सदी के वर्तमान दशक में 3-4 महत्वपूर्ण घटनाएं हुई है. ഇതൊക്കെ സംഭവിക്കുന്ന ആ സമയത്ത് തന്നെയാണ് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി കയറി വരുന്നത്. എന്താണ്? നയി സദിക്ക് വർത്തമാൻ ദശക് മേ 3-4 महत्वपूर्ण घटनाएं हुई है. അതിനെ അക്കവിട്ട് അദ്ദേഹം പറയുന്നു. 1. ഭാരത് കെ പ്രഥം സ്വതന്ത്രതാ സംഗ്രാം सन 1857 की 150वीं ജയന്തി. അതായത് ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 സ്വാതന്ത്ര്യ സമരം നടന്ന് ഏകദേശം 150ാം വാർഷികമാണ്. 2. 1906 में दक्षिण अफ्रीका में गांधी जी द्वारा शुरू किए गए सत्याग्रह के 100 वर्ष पूरे होना. 1906 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ്. 3. ഷഹീദ് ആജം ഭഗത് സിംഗ് की ജന്മശതാബ്ദി. മൂന്നാമത്തെ കാര്യം എന്താണ്? ഭഗത് സിംഗ്, രക്തസാക്ഷിയായ ഭഗത് സിംഗിൻ്റെ ജന്മശതാബ്ദിയാണ്. 4. ദേശ് കി ആജാദി കി 60വീं ജയന്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 60ാം വാർഷികം.
भारतीय युवा वर्ग इन तमाम ऐतिहासिक घटनाओं की धुरी रहा है. ഈ സംഭവങ്ങളുടെ എല്ലാം കേന്ദ്രത്തിലുണ്ടായിരുന്നത് ആരാണ്? ഭാരതത്തിലെ യുവാക്കൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. इसलिए भारतीय युवा स्वयं को अपनी समृद्ध ऐतिहासिक विरासत के परिप्रेक्ष्य में देखने की कोशिश करता है. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഈ കാലഘട്ടത്തിൽ ഭാരതീയ യുവാക്കൾ എന്താ ചെയ്യുന്നത്? തങ്ങളെ ഇത്തരം ചരിത്രപരമായ സംഭവങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തങ്ങളെ സ്വയം വിലയിരുത്താനായിട്ട് അവർ ശ്രമിക്കും. वह ऐतिहासिक संदर्भों, सपनों और उपलब्धियों के माध्यम से स्वयं का और भारतीय राज्य व्यवस्था का मूल्यांकन करता है. അതിനുശേഷം അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ, പിന്നെ അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൽ തങ്ങളുടെ റോളിനെ എല്ലാം അവർ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യും.